ഫ്രണ്ട്സ്, സ്പാർട്ടക് ഇലക്ട്രോ യൂട്യൂബ് ചാനലിൽ ഇന്ന് ചെയ്യാൻ പോകുന്ന വർക്ക് ഒരു സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. രാത്രിയാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തെളിയുന്ന ഒരു സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ആവശ്യമുള്ളത് നമുക്കൊരു സോളാർ പാനൽ ആവശ്യമാണ്. ഇതൊരു പഴയ സോളാർ പാനലാണ്. 20 വാട്ട്സ് 12 വോൾട്ട് വരുന്ന ഒരു പഴയ സോളാർ പാനലാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു PVC പൈപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് 3 ഇഞ്ച് കനത്തിൽ വരുന്ന ഒരു 25-30 സെന്റിമീറ്റർ നീളം വരുന്ന ഒരു PVC പൈപ്പ്. അതിന് 2 എൻഡ് ഗ്യാപ്പ് കൂടി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് 12 വോൾട്ടിന്റെ ഒരു ബാറ്ററി ആവശ്യമാണ്. അത് ഇതേപോലെ പഴയ ബാറ്ററികൾ തമ്മിൽ യോജിപ്പിച്ച് 12 വോൾട്ട് ആക്കിയെടുത്താണ്. പഴയ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ബാറ്ററി 3.7 വോൾട്ടിന്റെ ബാറ്ററി അത് അഴിച്ചിട്ട് അത് തമ്മിൽ യോജിപ്പിച്ച് 12 വോൾട്ട് ആക്കിയെടുത്താണ്. 3.7 വോൾട്ടിന്റെ ആണ് ഒരു ബാറ്ററി. അത് 3 എണ്ണം വെച്ച് സീരീസിൽ യോജിപ്പിച്ച് 12 വോൾട്ട് ആക്കിയെടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു പൈപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമുക്ക് സോളാർ പാനൽ ഈ രീതിയിൽ ഉറപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പൈപ്പ് ആവശ്യമുള്ളത്. ഇത് പഴയ ഡിഷ് ആന്റിനയുടെ കാല് ഉപയോഗിച്ചാലും മതി. പിന്നെ നമുക്ക് ഒരു ചെറിയ ബൾബ് ആവശ്യമുണ്ട്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ട്യൂബാണ്. ഇത് കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. 10 വാട്ട്സിന്റെ ഒരു ചെറിയ ട്യൂബ്. അത്യാവശ്യം നല്ല വെളിച്ചമുള്ള ഒരു ട്യൂബാണ്. ഇതുപോലെ ഡയറക്റ്റ് 12 വോൾട്ട് കൊടുത്താൽ കത്തുന്ന ട്യൂബാണ്. ഇതേപോലെ നല്ല വെളിച്ചമുള്ള ട്യൂബ് ഒരെണ്ണം വേണം. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തെളിയേണ്ടതായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു സർക്യൂട്ട് കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന സർക്യൂട്ടാണ്. ഇതേപോലെ 50 രൂപ താഴെ മാത്രം ചെലവ് വരുന്ന വളരെ ചെറിയ 3 കമ്പോണൻസ് ഉപയോഗിച്ചിട്ട് ചെറിയൊരു സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അത് ഇതുപോലെ ഒരു മോസ്ഫെറ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് IRF Z44N എന്ന് പറയുന്ന മോസ്ഫെറ്റ് ആണ്. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു LDR സെൻസർ ആവശ്യമാണ്. പിന്നെ ഇതേപോലെ 10 കിലോമിന്റെ ഒരു റെസിസ്റ്ററും ആവശ്യമാണ്. ഇത് 3 നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിൽ കിട്ടും. 50 രൂപ താഴെ മാത്രമേ ഇതിന് ചെലവ് വരികയുള്ളൂ. ഇത് നമുക്ക് ആദ്യം സിമ്പിൾ ആയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനാദ്യമായിട്ട് ഈ മോസ്ഫെറ്റ് കയ്യിലെടുക്കുക. മോസ്ഫെറ്റിന്റെ നടുവിലത്തെ കാല് ഒഴിവാക്കിയിട്ട് മറ്റേ 2 കാല് തമ്മിൽ ഈ സെൻസറിന്റെ 2 കാല് സോൾഡർ ചെയ്ത് വെക്കുക. ഇത് തിരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ സെൻസർ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുകൾ തിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ 2 സൈഡിൽ കാലുകൾ തമ്മിൽ യോജിപ്പിക്കുക. ഇനി ഈ 10 കിലോമിന്റെ റെസിസ്റ്റർ എടുക്കുക. അത് ഈ ആദ്യത്തെ കാലിലേക്ക്, റെസിസ്റ്ററിന്റെ ഒരു കാല് മോസ്ഫെറ്റിന്റെ ആദ്യത്തെ കാലിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയുള്ള ഇതിലെ കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 വയറും കൂടി ഇതിൽ കണക്ഷൻ കൊടുക്കണം. അപ്പൊ ഇതേപോലെ ഒരു വയർ എടുക്കുക. പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള ഒരു 2 വയർ എടുക്കുക. അതിന്റെ പോസിറ്റീവ് എടുത്തിട്ട് ഈ റെസിസ്റ്ററിന്റെ ആദ്യത്തെ കാലിലേക്ക് സോൾഡർ ചെയ്യുക. നെഗറ്റീവ് ലാസ്റ്റത്തെ കാലിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇത് അതിലേക്ക് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 12 വോൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വയറാണ്. ഇത് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബൾബ് കണക്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന ബൾബ് 10 വാട്ട്സിന്റെ ബൾബ് എടുക്കുക. ആ ബൾബിന്റെ പോസിറ്റീവ് നെഗറ്റീവ് 2 കാലുണ്ടാവും, 2 വയർ. ആ വയറിൽ പോസിറ്റീവ് എടുക്കുക. പോസിറ്റീവ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പോസിറ്റീവിലേക്ക് തന്നെ സോൾഡർ ചെയ്യുക. നെഗറ്റീവ് ഈ മോസ്ഫെറ്റിന്റെ നടുവിൽ നമ്മൾ ഒഴിവാക്കിയിട്ടിരിക്കുന്ന ഈ കാലിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തുണ്ടാക്കാവുന്ന ഒരു സർക്യൂട്ട്. നമുക്കിത് ബാറ്ററിയിൽ കണക്ഷൻ കൊടുത്ത് ഇത് വർക്ക് ചെയ്യുന്ന രീതി കാണിച്ചു തരാം.
നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററി എടുക്കുക. ഈ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും ഇതിലേക്ക് കണക്ട് ചെയ്യുക. പോസിറ്റീവിലേക്ക് കൊടുക്കുക. നെഗറ്റീവിലേക്കും കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇത് പ്രകാശം തട്ടുന്ന സമയത്ത് ഈ ബൾബ് തെളിയുകയില്ല. ലൈറ്റ് ഓഫ് ആകുന്ന സമയത്ത് ഇതേപോലെ ഈ സെൻസറിലേക്ക് ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സെൻസർ ഓഫിലായിരിക്കും. അപ്പൊ നമുക്ക് ബൾബ് തെളിയുകയില്ല. അപ്പൊ സെൻസറിലേക്കുള്ള ലൈറ്റ് കട്ടാകുന്ന സമയത്ത്, അതായത് സൂര്യപ്രകാശം പോയി ഇരുട്ടാകുന്ന സമയത്ത് സെൻസർ ഓൺ ആവുകയും ബൾബ് തെളിയുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെയുള്ള വെളിച്ചത്തെ നമുക്ക് കൈകൊണ്ട് മറിക്കാം. ഇതേപോലെ ഇരുട്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബൾബ് തെളിഞ്ഞോളും. അതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സർക്യൂട്ടാണ്. 3 കമ്പോണൻസ് മാത്രമേ ഇതിൽ ആകെ ഉപയോഗിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഇനി നമുക്കിതെല്ലാം കൂടെ ഈ PVC കേസിലേക്ക് സെറ്റ് ചെയ്യാം. ഈ സോൾഡറിങ് വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയല്ല ഇനി നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്കിത് കേസിലേക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ബൾബ് ഇതിൽ കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബൾബിന്റെ വയർ ഞാൻ ഇതിനകത്ത് നിന്ന് അഴിച്ചെടുക്കുകയാണ്. ഓക്കെ, PVC എടുത്ത ശേഷം PVC നമുക്ക് ബൾബ് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചു വെക്കാം. ഇതേപോലെ ഇവിടെ ഒരു ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെ വയർ ഉള്ളിലേക്ക് ഇടുക. അതിനുശേഷം ഇവിടെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുക. 2 ഹോളുണ്ട്, അവിടെ സ്ക്രൂ കൊടുക്കാം. ഇതേപോലെ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചു. ഇനി ഉള്ളിലേക്ക് എടുത്ത വയർ നമുക്ക് വീണ്ടും ഈ സെൻസറിന്റെ സോൾഡർ ചെയ്ത ഭാഗത്തേക്ക് തന്നെ വീണ്ടും നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഈ വയർ ഉള്ളിൽ കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് സോൾഡർ ഊരിയെടുത്തത്. ഇതേപോലെ വീണ്ടും നമ്മൾ സെൻസറിൽ സോൾഡർ ചെയ്ത് കൊടുക്കാം. പോസിറ്റീവ് കൊടുക്കുക. നെഗറ്റീവ് മോസ്ഫെറ്റിന്റെ നടുവിലത്തെ കാലയിലേക്ക് തന്നെ സോൾഡർ ചെയ്ത് കൊടുക്കാം. പഴയ രീതിയിൽ തന്നെ കൊടുത്തു. ഓക്കെ, ഇത് നമുക്ക് ഈ സെൻസർ പുറത്ത് വരുന്ന രീതിയിൽ, അതായത് ബൾബിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ വേണം LDR സെൻസർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈറ്റ് ഇല്ലാത്ത സമയത്ത് മാത്രം സെൻസർ ഓൺ ആവും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ബൾബിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ സെൻസർ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു ഹോൾസ് കൂടി ഇടുന്നുണ്ട്. അതിനെ വേണം സെൻസർ പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബൾബ് വരുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെറിയ ഹോൾസ് ഇടുക. ആ ഹോൾസിൽ കൂടെ സെൻസർ നമ്മൾ പുറത്തേക്ക് ഇടുക. ഇതേപോലെ പുറത്തേക്ക് ഇടുക. അതിനുശേഷം പശ വെച്ച് ഒട്ടിക്കുക. അതേപോലെ ഞാൻ ഗ്ലൂ ഗൺ വെച്ചാണ് ഒട്ടിക്കുന്നത്. അതുപോലെ സെൻസർ അവിടെ ഒട്ടിച്ചു വെച്ചു. ഇപ്പൊ അത് പുറത്തുനിന്നുള്ള പ്രകാശത്തെ അത് ഡിറ്റക്ട് ചെയ്തോളും. പ്രകാശമുള്ള സമയത്ത് സെൻസർ വർക്കിംഗ് ആയിരിക്കില്ല. ഇരുട്ടാവുന്ന സമയത്ത് സെൻസർ വർക്കിംഗ് ആവും. അങ്ങനെ ബൾബ് തെളിയും. ഓക്കെ, ഇത് നമുക്ക് ഈ ബാറ്ററി ആയിട്ട് യോജിപ്പിക്കാം.
ബാറ്ററി കൊടുത്തിരിക്കുന്നത് BMS ബോർഡ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ BMS ബോർഡ് കണക്ട് ചെയ്യുന്ന എന്റെ വീഡിയോ പഴയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു UPS ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് 12 വോൾട്ടിന്റെ. അതിൽ ഈ BMS കണക്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ബാറ്ററിയിലേക്കുള്ള വോൾട്ടേജിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ BMS ബോർഡ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാം. ഇനി നമുക്ക് സോളാറിൽ നിന്ന് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കണക്ഷൻ ആണ് കൊടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 2 വയർ എടുക്കുക. ഇതേപോലെ അതിൽ പോസിറ്റീവ് വയർ ഈ BMS ബോർഡിന്റെ P+ എന്ന് എഴുതിയ ഭാഗത്ത് ഒരു ഡയോഡ് വഴി വേണം പോസിറ്റീവ് വയർ കൊടുക്കാൻ. ഇതേപോലെ ഒരു ഡയോഡ് കണക്ട് ചെയ്യുക. ഡയോഡിന്റെ വരയുള്ള ഭാഗം ബോർഡിൽ ഉറപ്പിക്കുക. വരയില്ലാത്ത ഭാഗത്ത് ഇതേപോലെ പോസിറ്റീവ് വയർ കണക്ട് ചെയ്യുക, സോൾഡ് ചെയ്ത് കൊടുക്കുക. തൊട്ടപ്പുറത്ത് P- എന്ന് പറയുന്നൊരു കണക്ഷൻ ഉണ്ട്. അവിടെ നെഗറ്റീവ് വയറും സോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ 2 വയർ നമ്മൾ സോളാർ പാനലിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറ്ററി ചാർജ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ബാറ്ററി ഇനി നമുക്ക് കേസിനകത്ത് ഉറപ്പിക്കാം. ഇതിനു വേണ്ടി ആദ്യം ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡയോഡിന് ചെറിയൊരു സ്ലീവ് ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ ചെറിയൊരു സ്ലീവ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിലാണ് നമുക്ക് ബാറ്ററിയുടെ ഔട്ട്പുട്ട് കിട്ടുന്നത് 12 വോൾട്ട്. ഈ 12 വോൾട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന LDR സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാൻ. അതുവഴി ബൾബിലേക്ക് കണക്ഷൻ കൊടുക്കാൻ. അപ്പം ഈ വയർ ആദ്യം നമുക്ക് നമ്മുടെ ഈ LDR സർക്യൂട്ടിന്റെ വയറിലേക്ക് കണക്ഷൻ കൊടുക്കാം. LDRന്റെ സപ്ലൈ വയർ എടുത്തു. ഈ സപ്ലൈ വയറിലേക്ക് നമ്മൾ ഈ ബാറ്ററിയുടെ ഔട്ട്പുട്ട് വരുന്ന ഈ കണക്ഷൻ കൊടുക്കുകയാണ്. ബാറ്ററിയുടെ ഔട്ട്പുട്ട് വരുന്ന നെഗറ്റീവ് വയർ ആദ്യം LDRന്റെ നെഗറ്റീവിലേക്ക് നമ്മൾ കൊടുത്തു. ഇൻസുലേഷൻ പകരം സ്ലീവ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി പോസിറ്റീവ് വയറും കൊടുക്കുകയാണ്, ജോയിന്റ് ചെയ്യുകയാണ്. പോസിറ്റീവ് വയർ ജോയിന്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമുക്ക് ബൾബിലേക്കുള്ള കണക്ഷൻ ബാറ്ററിയിൽ നിന്ന് കൊടുത്തു. LDR വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് സെൻസർ വഴി കൊടുത്തു. ഇനി നമുക്ക് ഈ ബൾബ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പം LDR നമ്മൾ പുറകുഭാഗത്താണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. LDR നമ്മൾ കൈകൊണ്ട് മറിച്ച് നോക്കാം. അപ്പം ബൾബ് തെളിയുന്നുണ്ടോ നോക്കാം. LDR ഇരുട്ടാവുന്ന സമയത്ത് ലൈറ്റ് തെളിയുന്നുണ്ട്. LDRൽ ഇരുട്ട് വരുന്ന സമയത്ത് ബൾബ് തെളിയുന്നുണ്ട്, പ്രകാശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കണക്ഷൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിന്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കാം. ഈ 2 വയർ നമുക്ക് പൈപ്പ് വഴി പുറത്തേക്ക് ഇടണം. അത് സോളാറിലേക്ക് പോകാനുള്ള കണക്ഷനാണ് ഈ 2 വയർ, സപ്ലൈ വയർ. ഇനി നമുക്ക് സോളാറിൽ നിന്ന് ബാറ്ററി ചാർജ് ആകുന്ന അറിയാൻ വേണ്ടിയിട്ട് ഒരു LED കൂടി കൊടുക്കേണ്ടതുണ്ട്. അതിന് ഇതേപോലെ ഒരു LEDയുടെ 2 കാലിൽ ഓരോ വയർ സോൾഡ് ചെയ്ത ശേഷം ഒരു കാലിൽ 1 kilo ohmന്റെ ഒരു റെസിസ്റ്റർ ഇങ്ങനെ കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളത് നേരിട്ട് സോളാറിൽ നിന്ന് വരുന്ന ആ വയറിലേക്ക് തന്നെ അത് സോൾഡ് ചെയ്ത് കൊടുക്കാം. സോളാറിന്റെ പോസിറ്റീവ് വരുന്നതിലേക്ക് LED പോസിറ്റീവ് കൊടുക്കുക, നെഗറ്റീവ് വരുന്നതിലേക്ക് നെഗറ്റീവും കൊടുക്കുക. ഇപ്പൊ സോളാറിൽ നിന്ന് ചാർജ് വരുന്ന സമയത്ത് ഈ LED ഇവിടെ തെളിയുന്ന നമുക്ക് കാണാൻ പറ്റും.
LED ഒരു 1 കിലോമിന്റെ റെസിസ്റ്റർ വഴി വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ LED അടിച്ചു പോകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഈ PVC പൈപ്പിന്റെ അകത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ഇതേപോലെ ഒരു വാട്ടർ വെച്ചിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. ചാർജിങ് LED ഇതേപോലെ ഒരു ഹോൾസ് ഇട്ടിട്ട് പുറത്തേക്ക് ഇട്ടു. മോസ്ഫെറ്റ് അതേപോലെ സ്ക്രൂ ചെയ്ത് ശരിക്ക് ഉറപ്പിച്ചു വെച്ചു. അതിനുശേഷം സോളാറിലേക്കുള്ള കണക്ഷൻ ഇതേപോലെ ഒരു ക്ലിപ്പ് വഴി പുറത്തേക്ക് ഇട്ടു. ഇനി നമുക്ക് ഇതിന്റെ എൻ ക്യാപ്പ് അടയ്ക്കാം. ഓക്കെ, നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇതേപോലെ ഇരുട്ടാകുന്ന സമയത്ത് തെളിയുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഇതേപോലത്തെ നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന പൈപ്പിലേക്ക് ഇത് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള 2 ക്ലാമ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ PVC ഇതിൻ്റെ അകത്ത് 2 ക്ലാമ്പ് ഉപയോഗിച്ചിട്ട് 4 സ്ക്രൂ വഴി ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഈ ചെറിയ ഹോൾസുകൾ കൂടെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങുന്ന പ്രശ്നം ഇനി വരികയില്ല. ചെറിയ എന്തെങ്കിലും പശ വെച്ച് ഹോൾസ് കൂടെ ഒന്ന് ഒടിച്ചു വിട്ടാൽ മതി, എന്തെങ്കിലും ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചാലും മതി. ഇതേപോലെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സോളാർ പാനൽ കൂടി ഇതിന്റെ ബാക്ക് സൈഡിൽ ഉറപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ രീതിയിലാണ് സോളാർ പാനൽ ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെറിയ 2 എൽ ക്ലാമ്പ് വേണം. ഇതേപോലെയുള്ള 2 ചെറിയ എൽ ക്ലാമ്പ് കൂടി വേണം. അത് മുകളിലും താഴെയായിട്ട് ഇതേപോലെ കൊടുക്കുക. അതിന് വേണം നമുക്ക് സോളാർ പാനൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ 2 ക്ലാമ്പ് നമ്മളിവിടെ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ വേണം നമ്മൾ സോളാർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുവേണ്ടി സോളാർ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് 2 സ്ക്രൂ ചെയ്യുക. ഇതേപോലെ സ്ക്രൂ ചെയ്യുമ്പോൾ സോളാർ പാനൽ കേടുവരാതെ നോക്കണം. അതിന്റെ കേസിൽ കൂടി മാത്രമേ സ്ക്രൂ കയറാൻ പാടുള്ളൂ. ഇതേപോലെ മുകൾ സൈഡിലും ഇതേപോലെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുക. ഞാൻ ചെറിയൊരു ഹോൾസ് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പാനലിന് കേടുവരാതെ സ്ക്രൂ ചെയ്യാൻ കഴിയും. അപ്പൊ ഇതേപോലെ അവിടെ ഉറച്ചിരുന്നു, നല്ല ബലമുണ്ട്, വിട്ടുപോരുമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബാക്കില് സോളാറിലേക്കുള്ള കണക്ഷൻ കൊടുക്കാം. ഈ പോസിറ്റീവ് നെഗറ്റീവ് വരുന്ന വയർ ഇതേപോലെ നമ്മൾ നേരത്തെ അടിച്ചിരിക്കുന്ന കണക്ടറിലേക്ക് കൊടുക്കാം. പോസിറ്റീവ് പോസിറ്റീവ് കൊടുക്കുക. നെഗറ്റീവ് നെഗറ്റീവ് സ്ക്രൂ ചെയ്യുക. ഓക്കെ,
അപ്പോൾ നമ്മുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇപ്പൊ തന്നെ ചെറിയ വെയിലിൽ ഇത് ചാർജ് ആകുന്നത് ഇവിടെ കാണിക്കും. ചെറിയ പ്രകാശത്തിൽ ഇത് ചാർജ് ആകുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. സോളാറിൽ നിന്നുള്ള പവർ വരുന്നതനുസരിച്ച് ഇവിടെ ചാർജിങ് ഇൻഡിക്കേഷൻ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു പൈപ്പ് കുഴിച്ചിട്ട ശേഷം അതിൽ ഇതേപോലെ ഈ പൈപ്പ് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി, ചാർജ് ആയിക്കോളും. ഇനി നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സോളാർ പാനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇപ്പം നിലവിൽ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ് എന്തോരം ഉണ്ടെന്നുള്ളത് നമുക്ക് വൈകുന്നേരം ഒന്നുകൂടി ഒന്ന് തെളിയിച്ച് നോക്കാം. ഇപ്പോൾ എന്തായാലും ഇതേപോലെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് തെളിഞ്ഞതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലുള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.